ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കഥയാണ് ഗൈസ്. വർക്ക് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യുന്ന എന്നെയാണ് നിങ്ങളീ കാണുന്നത്. ഡയറ്റും നോക്കി, ഷുഗർ ഡയറ്റും നോക്കി മെലിയാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ. പക്ഷേ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇതിനൊന്നും സംഭവിക്കാത്ത ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. ഇതാണ് എൻ്റെ അവസ്ഥ. നീ ഫുഡൊന്നും കഴിക്കണ്ട, എൻ്റെ കൂടെ വന്ന് ഇരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് എനിക്കിഷ്ടപ്പെട്ട എല്ലാ ഫുഡും ഓർഡർ ചെയ്തിട്ട് ദാ കഴിക്കൂ എന്ന് പറയുന്ന ഒരാൾ. മാത്രമല്ല ഫുഡ് കഴിഞ്ഞാൽ പിന്നെ സിദ്ധുവിന് ഷുഗർ ക്രേവിങ്സ് വരും. ദെൻ ഷുഗർ കഴിക്കാൻ പോകണം. ഐസ്ക്രീമോ ഗുലാബ് ജാമോ എന്തെങ്കിലും ഡെസേർട്ട്, അങ്ങനെ ഒരു ഐസ്ക്രീം കടയിൽ കൊണ്ടിരുത്തിയിട്ട് ടെൻഡർ കോക്കനട്ടും ഡാർക്ക് ചോക്ലേറ്റും ദെൻ സാൻഡ്വിച്ചൊക്കെ മേടിച്ചിട്ട് ദാ കഴിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ എക്സ്പ്രഷൻ കണ്ടോ ഗൈസ്? നിന്റെ ഡയറ്റ് ഞാൻ ഇന്നും മുടക്കി, ഉണങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന അവനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ ഗൈസ്, ഒരു നിവർത്തിയില്ല. ബട്ട് ഈ ഒരു സാൻഡ്വിച്ച് ഐസ്ക്രീം നല്ലതായിരുന്നു. ഞാൻ കഴിച്ചിട്ടില്ല. സിദ്ധു പറഞ്ഞിട്ട് അവൻ്റെ നൊസ്റ്റാൾജിയ കഥ, പണ്ട് പഠിക്കുന്ന സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് ഈ സാധനത്തിനെടുത്ത് കിണറ്റ് ഇടാൻ തോന്നും. ചില സമയത്ത് ഏതെങ്കിലും കൊക്കിന്ന് താഴെ തള്ളിയിട്ടാലോ എന്ന് തോന്നും. ചില സമയത്ത് വേണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷേ ചില സമയത്ത് ഭയങ്കര ഇഷ്ടമെന്ന് തോന്നും. എന്തല്ലേ? പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്, എവിടെയോ ഡയറ്റിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന കുഴപ്പമില്ലെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഡാർക്ക് ചോക്ലേറ്റ് ട്രൈ ചെയ്തു. ബട്ട് പ്രതീക്ഷ പോലല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു ഒറിജിനൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഞങ്ങൾ ഈ ഐസ്ക്രീം കഴിക്കാൻ പോയ ഷോപ്പ് മിൽക്കി മിസ്റ്റിൻ്റെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ആണ്. നിങ്ങൾ ആരെങ്കിലും കലൂർ കടവന്ത്ര റോഡ് ത്രൂ പോവുകയാണെങ്കിൽ നമ്മുടെ കത്രിക്കടവ് പാലത്തിൻ്റെ അടിയിലായിട്ട് നമ്മളുടെ മിൽക്കി മിസ്റ്റിൻ്റെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും നല്ലതാണ്. ദെൻ സാമൂഹ്യ ബോധമുള്ള എന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. കഴിച്ചതിൻ്റെ വേസ്റ്റ് കൊണ്ട് കളയുക. പിന്നെന്താ, ഫുഡൊക്കെ കഴിച്ചു, അവനെയും കുറേ തെളിവ് വിളിച്ചു ഞങ്ങൾ ഇറങ്ങി. ഇതാണ് ആ ഔട്ട്ലെറ്റ്.